ഹായ് ഹലോ ഗായ്സ്, ലെച്ചൂസ് ലൈഫ് ഡയറിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കായെടുപ്പാട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അമ്മമാരും ചേച്ചിമാരും എല്ലാം പറമ്പിലോട്ട് ഇറങ്ങി കായൊക്കെ എടുക്കാൻ തുടങ്ങിയായിരുന്നേ. ഇതൊക്കെ കാണാൻ കൂടി ഒരു ഭാഗ്യം വേണം കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും പറമ്പിലോട്ട് ഇറങ്ങി നല്ല ആസ്വദിച്ച് സംസാരിച്ചാട്ടോ കായൊക്കെ എടുക്കുന്നത്. ഒരു ചെടിയിൽ 2 പേര് നിന്നൊക്കെ കേട്ടോ കായ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് കായുണ്ടെങ്കിൽ 2-3 പേര് നിന്നൊക്കെ കായെടുക്കും. മുകളിലോട്ട് നമ്മുടെ കാട്ടിൽ നന്നായിട്ട് ഏലക്കയൊക്കെ പച്ച പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ശരവൊക്കെ ആയിട്ട് നല്ല ഏലക്കയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഒരു കാട്ടിലെ ഏലക്ക ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ കേട്ടോ എടുത്തു കഴിയുന്നത്. രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം ഒരു 4 മണി വരെ കേട്ടോ കായെടുപ്പ്. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കായെടുപ്പൊക്കെ കഴിഞ്ഞായിരുന്നു. ഇതല്ലാതെ ഇന്ന് പറിച്ച കായ്ക്കകത്തുനിന്ന് എടുത്തു കേട്ടോ. നല്ല ഫ്രഷ് ഏലക്കയാണ്. നല്ല പച്ച കളറുള്ള നല്ല സൂപ്പർ ഏലക്ക. പറിച്ച ഏലക്കയൊക്കെ ആയിട്ട് എല്ലാവരും കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ചാക്കിലാക്കിയിട്ട് വേണം നമുക്ക് സ്റ്റോറിൽ കൊണ്ടുപോകാൻ. എല്ലാവരും പറിച്ച ഏലക്ക ഓരോരോ ചാക്കിലാക്കി സ്റ്റോറിലോട്ട് തന്നെ കൊണ്ടുപോയിട്ടോ. ഇത് ഏലക്ക ഉണങ്ങാനുള്ള അടുപ്പാട്ടോ. ഇഷ്ടംപോലെ വിറക് വെച്ച് കത്തിച്ചിട്ട് വേണം ഏലക്ക ഉണങ്ങാനായിട്ട്. ഇന്ന് പറിച്ച ഏലക്ക എല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാക്കിനകത്ത് ഇരിക്കുന്നതെല്ലാം ഓരോ ആൾക്കാരുടെ ഏലക്കകളാണ്. അതെല്ലാം തൂക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം പറിച്ച ഏലക്കയെല്ലാം കഴുകിയ ശേഷം കേട്ടോ ഉണക്കാനിടുന്നത്. ഇത് കഴുകുന്ന പ്രോസസ്സാട്ടോ. നന്നായിട്ട് കഴുകി വാരിയ ശേഷമാണ് നമ്മൾ ഉണക്കാനായിട്ട് ഇടുന്നത്. ഈ കാണുന്നതാണ് ഉണക്കുന്ന മെഷീൻ. കഴുകി വാരിയ ശേഷം ഇതിലാണ് ഓരോ ലെയറായിട്ട് ഓരോ ആൾക്കാരുടെ അടുക്കി ഇടുന്നത്. അതിനുശേഷം ഇത് അടച്ചിട്ട് ഒരു രാത്രി മുഴുവനും അതിൽ കിടന്നതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസമാണ് ബാക്കി പ്രോസസ്സിങ് ചെയ്യുന്നത്. ഓരോ ലെവലും നേരത്തെ അടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ നെറ്റ് വിരിച്ച് അടുത്തയാളുടെ അതിൽ നിരത്തുവാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ നെറ്റ് വിരിച്ച് നല്ല ലെയറാക്കി അടുക്കി ഇട്ടു കേട്ടോ. ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇതിനകത്ത് കിടന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങും. കിളിക്കുഞ്ഞാണ് ഇവരുടെ കൂടെ നല്ല ഓളിനോളായിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഈ മെഷീനകത്താണ് നമ്മൾ ഉണക്കാനിട്ടിരിക്കുന്നത്. നല്ല കഷ്ടപ്പാടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ ഇത്. പറിക്കാനും ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം ഭയങ്കര പാടാണ്. ഇതാണ് നമ്മുടെ പൊന്നു വിളയുന്ന ഏലയ്ക്ക. നല്ല ഫ്രഷ് നല്ല സൂപ്പർ ഏലയ്ക്ക. അങ്ങനെ കായെല്ലാം നന്നായിട്ട് നിരത്തി മെഷീൻ അടച്ചു കേട്ടോ. അതിനുശേഷം പ്ലഗൊക്കെ ഓണാക്കി മെഷീൻ ഓണാക്കി കേട്ടോ. അതൊരു നിശ്ചിത ടെമ്പറേച്ചറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മെഷീനിൽ റീഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിന് നാളെ ആകുമ്പോഴേ നമുക്ക് ആ മെഷീന് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ അടച്ചതിന് ശേഷം തുറക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു തണുപ്പായിരിക്കും. ഒരു AC ഒരു എഫക്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ തുറന്നു കഴിയുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ അടച്ച് നാളെ രാവിലെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റോറിലോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഏലക്കൊക്കെ നല്ല പരുവത്തിനായിട്ടുണ്ട്. അങ്ങനെ ഏലക്കയൊക്കെ വാരി കൊട്ടയിലോട്ടാക്കിയിട്ട് നമ്മളത് തേക്കാൻ പോവുക കേട്ടോ. ഉണങ്ങാനിട്ടതെല്ലാം ഓരോരോ കൊട്ടയ്ക്കകത്താക്കി കൊണ്ടുവയ്ക്കുവാണേ. ഓരോ ആൾക്കാരുടെ സെപ്പറേറ്റ് മാറ്റി കേട്ടോ വെക്കുന്നത്. ഓരോ ആൾക്കാരുടെ ഓരോരോ ചാക്കിലാക്കി കെട്ടി വെക്കേണ്ടതാണ്. ഭൂരിഭാഗം ആൾക്കാർ ഇതൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണിച്ചു തരുന്ന ഒരു ഏലക്കയുടെ പ്രോസസ്സ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മൾ ഏലക്ക തേക്കുന്ന മെഷീൻ. ഇതിനകത്തോട്ട് ഏലക്കയെല്ലാം ഇട്ടിട്ട് നമ്മൾ തേച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കൊട്ട ഏലക്കയിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. അതിൻ്റെ പതിരെല്ലാം മാറ്റി നല്ല സൂപ്പർ ഏലക്കയായിട്ട് നമുക്ക് കിട്ടും. തേച്ച ഏലക്കയെല്ലാം ഇങ്ങനെയാട്ടോ ഫ്രഷായിട്ട് പതിരെല്ലാം മാറി വരുന്നത്. ബാക്കി വേസ്റ്റ് എല്ലാം വേറെ രീതിയിലാണ് പോകുന്നത് കേട്ടോ. ഇനി ഉണങ്ങി ഈ ഏലക്കയെല്ലാം കൊട്ടയോടെ കൂടി നമ്മൾ ഇനി ചാക്കിനകത്താക്കി കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചാക്കൊക്കെ വിരിച്ചിട്ട് ഏലക്കെല്ലാം നേരത്തെ ഇട്ടു കേട്ടോ. എല്ലാവരും കാണിക്കാൻ വേണ്ടി നല്ല ഫ്രഷ് ഏലക്ക, നല്ല സൂപ്പർ ഉണങ്ങിയ ഏലക്ക. ആർക്കെങ്കിലുമൊക്കെ ഏലക്ക വേണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ കുറേ നേരം ഏലക്കയ്ക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. നല്ല സ്മെല്ലുമാണ് ഏലക്കയ്ക്ക്. പിന്നെ സ്റ്റോറിനകത്ത് നല്ല സ്മെല്ലാണ്. അതിനുശേഷം എല്ലാ ഏലക്കയും കൂടെ ചാക്കിനകത്താക്കി ഓരോരോ ചാക്കിനകത്താക്കി നമ്മൾ കെട്ടി മാറ്റി വെച്ചു കേട്ടോ. ഓരോ ആൾക്കാരുടെ സെപ്പറേറ്റ് ചാക്കിലാണ് കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.